എല്ലാ കുട്ടികൾക്കും മിഥുൻസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും നമ്മുടെ ക്ലാസ് നല്ല പവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഫോക്കസ് ഏരിയ ഓരോ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ടോപ്പിക്സ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ തെർമോഡൈനാമിക്സ് 6th യൂണിറ്റ് തെർമോഡൈനാമിക്സിന്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം കംപ്ലീറ്റ് ചെയ്തു. സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു കഴിഞ്ഞ് തെർമോഡൈനാമിക്സ് ആണ് എടുക്കുന്നത്. ആ തെർമോഡൈനാമിക്സിന്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയ ആയിട്ടുള്ള സ്പോണ്ടേനിറ്റി ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലെങ്തി ഫോക്കസ് ഏരിയ ആണെന്ന് പറഞ്ഞു സ്പോണ്ടേനിറ്റി. നമുക്ക് 4 ക്ലാസ് കൊണ്ടാണ് ആ സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 2 ക്ലാസ്സും നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിനകത്ത് 4 ക്ലാസ്സിനകത്ത് 2 ക്ലാസ് എടുത്തു കഴിഞ്ഞു. നമ്മളത് 3ാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഞാൻ ടോപ്പിക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മളിപ്പോ എടുത്ത ടോപ്പിക്സ്, അതായത് എടുത്ത യൂണിറ്റുകൾ, ഫസ്റ്റ് 2 യൂണിറ്റും ഇപ്പം തെർമോഡൈനാമിക്സ് ലാസ്റ്റ് ഫോക്കസ് ഏരിയ വരെ എത്തിയിരിക്കുന്നു. ഈ 3 യൂണിറ്റുകളുടെയും പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആ പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സുകൾ തൊട്ട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ്, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ ധൈര്യമായിട്ട് ഇങ്ങ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് വരിക. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള നോട്ട്സ് എല്ലാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കളയുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നല്ല പവറായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. സ്പോണ്ടേനിറ്റി എന്നുള്ള ഫോക്കസ് ഏരിയ, അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എൻതാൽപി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. സെക്കൻഡ് ക്ലാസ്സിലാണ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ എടുത്തത്. സെക്കൻഡ് ക്ലാസ് ഇന്നലെ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ആ എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ 2 ക്ലാസ് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് ചോദിക്കുന്ന സെക്ഷനാണ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. നമ്മൾ എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റിയുടെ 2ാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ വേണം. ആ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാളെ വരുന്നത്, ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷന്. അത്രയും കൂടെ കഴിയുമ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ആവും. നമ്മൾ അത് കഴിഞ്ഞ് ഇക്വിലിബ്രിയം എത്രാമത്തെ യൂണിറ്റ് ആണ്? 7ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ യൂണിറ്റുകൾ നല്ല പവറായിട്ട് മുമ്പോട്ട് പോവാണ്. ആർക്കും ഒരു ടെൻഷൻ വേണ്ട. എക്സാമിനേഷന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ കവർ ചെയ്ത് പ്രോബ്ലം സെക്ഷൻ ഉൾപ്പെടെ നിങ്ങളെ ചെയ്യിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആക്കി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിനേഷൻ വിടത്തുള്ളൂ. യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കെമിസ്ട്രി അങ്ങ് പഠിക്കുക. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്സ് ആദ്യം ഒന്ന് പറയാം. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റിയുടെ 2ാമത്തെ ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ എടുത്തത്, ഇന്നലെ വന്ന ക്ലാസ്സിനകത്ത് എടുത്തത് എന്താണ് എൻട്രോപ്പി എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ആ ക്ലാസ്സിനകത്ത് തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ആ എൻട്രോപ്പിയിൽ നിന്നും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റിയുടെ ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിനകത്ത് എടുക്കുന്നത് ഈ എൻട്രോപ്പിയിൽ നിന്നും എക്സാമിനേഷന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആ 8 ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. കാരണം ആ 8 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എൻട്രോപ്പിയിൽ നിന്നുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് ആ 8 ക്വസ്റ്റ്യൻ നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ക്ലാസ് കണ്ടാൽ തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പക്ഷെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കണ്ടു, മനസ്സിലായെന്ന് കരുതി ബാക്കി സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഓരോ ക്വസ്റ്റ്യനും ഡിഫറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെയാണ് ആ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ എനിക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ട്
ഡയറക്റ്റ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് അങ്ങ് പോയാൽ പോരെ. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ക്ലാസ് നിങ്ങൾ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ അത് മുഴുവനായിട്ട് കാണുന്ന കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം 100% കിട്ടും. ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണില്ല. ഈ വീഡിയോ മാത്രമല്ല, നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. നമ്മൾ ആദ്യം എൻട്രോപ്പിയിൽ നിന്നുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യും. ആ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 സെക്ഷനിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അത്രയും കഴിയുമ്പോൾ എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയി. നാളെ നമ്മൾ എന്തെടുക്കും? ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ എടുക്കും. നമുക്ക് ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്സും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പ്രെഡിക്റ്റ് ദ സൈൻ ഓഫ് എൻട്രോപ്പി ചേഞ്ച്. പ്രെഡിക്റ്റ് ദ സൈൻ ഓഫ് എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അവർ കുറച്ച് റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷനകത്ത് എൻട്രോപ്പി ചേഞ്ചിന്റെ സൈൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയും. ആ റിയാക്ഷനകത്ത് എൻട്രോപ്പി ചേഞ്ചിന്റെ സൈൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുക. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ്. ഡെൽറ്റ എസിന്റെ സൈൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണോ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണോ നമ്മൾ പറയണം. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എൻട്രോപ്പി വാല്യൂ കൂടുകയാണെങ്കിൽ, ആ റിയാക്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി വാല്യൂ കൂടുകയാണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ്. ആ റിയാക്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി വാല്യൂ കുറയുകയാണെങ്കിൽ ഡെൽറ്റ എസ് വാല്യൂ എന്താണ്? നെഗറ്റീവ്. എൻട്രോപ്പി കൂടുമ്പോൾ ഡെൽറ്റ എസ് പോസിറ്റീവ്, എൻട്രോപ്പി കുറയുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ്. അവർ നമുക്ക് 2-3 റിയാക്ഷൻസ് തരും. എന്നിട്ട് ആ റിയാക്ഷനിൽ നിന്ന് എൻട്രോപ്പിയുടെ സൈൻ പ്രിഡിക്റ്റ് ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും, അതായത് എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ എന്ന് ചോദിക്കാം. ഇതേപോലുള്ള ഒരു 8 ക്വസ്റ്റ്യൻസ്, അതായത് 8 റിയാക്ഷന് നമ്മൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ആ 8 റിയാക്ഷൻ എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻ തന്നാലും ആ റിയാക്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ആയിട്ടുള്ള ഡെൽറ്റ എസ് സൈൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തന്നെ എഴുതാൻ പറ്റും. ഓരോ റിയാക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻടു സോളിഡ്. ഒരു ലിക്വിഡ് എന്തായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുക? സോളിഡ് ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുക. അതായത് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെ എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ നമ്മൾ പറയണം. അതുപോലെ എൻട്രോപ്പി ചേഞ്ചിന്റെ സൈനും കൊടുക്കണം. നമുക്ക് 3 ഫിസിക്കൽ സ്റ്റേറ്റുകളാണ് ഉള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 സ്റ്റേറ്റിനകത്ത് ഏറ്റവും എൻട്രോപ്പി കുറഞ്ഞ സ്റ്റേറ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിസോർഡർ. ഡിസോർഡർ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റ്. കാരണം സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഹൈലി ഓർഡേർഡ് അറേഞ്ച്മെന്റ്. അങ്ങനെ ഹൈലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റില് ഡിസോർഡർ വളരെ കുറവാണ്. ഡിസോർഡർ കുറവാന്ന് പറഞ്ഞാൽ അവിടെ എന്തും കുറവാണ്? എൻട്രോപ്പി കുറവാണ്. കാരണം എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തിന്റെ മെഷറാ? ഡിസോർഡറിന്റെ മെഷറാ. സോളിഡ് സ്റ്റേറ്റിലാണ് ഏറ്റവും ഡിസോർഡർ കുറവും എൻട്രോപ്പി വാല്യൂ കുറഞ്ഞു നിൽക്കുന്നത്. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് മാറുമ്പോൾ അവിടെ സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡില് ഡിസോർഡർ വാല്യൂ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഡിസോർഡർ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ സോളിഡ്സിനേക്കാൾ എൻട്രോപ്പി വാല്യൂ കൂടി നിൽക്കുന്നത് ഏത് സ്റ്റേറ്റിനായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിനായിരിക്കും. എന്ത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ്. ഏറ്റവും എൻട്രോപ്പി കുറഞ്ഞ, അതുപോലെ തന്നെ ഡിസോർഡർ കുറഞ്ഞ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിനേക്കാൾ എൻട്രോപ്പി കൂടുതൽ അല്ലെങ്കിൽ ഡിസോർഡർ കൂടിയ സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് സോളിഡ്സിന്റെ അത്രയും ഒരു ഹൈലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിനകത്ത് കുറച്ച് ഡിസോർഡർ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി വാല്യൂ സോളിഡ്സിനേക്കാൾ കൂടുതലായിരിക്കും ലിക്വിഡ്സിന് വരുന്നത്.
മൂന്നാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ് ആണ്? ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈലി ഡിസോർഡേർഡ് സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഡിസോർഡർ ഉള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി വാല്യൂ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാവോ? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ്സിനേക്കാൾ ഡിസോർഡർ കൂടിയ അല്ലെങ്കിൽ എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് ആണ് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റ്. ആ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് എൻട്രോപ്പി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. സോളിഡ്സിൽ എൻട്രോപ്പി ഏറ്റവും കുറവ്, സോളിഡ്സിനേക്കാൾ എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഏറ്റവും എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ്. കാരണം ഡിസോർഡർ കൂടുമ്പോഴാണ് എൻട്രോപ്പി കൂടുന്നത്. കാരണം എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തിന്റെ മെഷറാണ്? ഡിസോർഡറിന്റെ മെഷറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് റിയാക്ഷൻ നോക്കി. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻടു സോളിഡ്. എ ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വാല്യൂ കുറയും? എൻട്രോപ്പി വാല്യൂ കുറയും. അതായത് ഡിസോർഡർ കുറയും. കാരണം ഡിസോർഡർ കുറഞ്ഞ സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻട്രോപ്പി കുറഞ്ഞ സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സോളിഡിലോട്ട് മാറുക എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ കുറയുക? എൻട്രോപ്പി വാല്യൂ കുറയുക. കാരണം സോളിഡ് സ്റ്റേറ്റിനകത്ത് എന്ത് വാല്യൂ കുറവാണ്? എൻട്രോപ്പി വാല്യൂ കുറവാണ്. കാരണം സോളിഡ് സ്റ്റേറ്റിനകത്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഹൈലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. അവിടെ ഡിസോർഡർ ഇല്ല. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എൻട്രോപ്പി ഡിക്രീസസ്. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എസിന്റെ സൈന് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എൻട്രോപ്പി കുറയുമ്പോൾ അവിടെ എൻട്രോപ്പി ചേഞ്ച് ആയിട്ടുള്ള ഡെൽറ്റ എസിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ലിക്വിഡ് സോളിഡ് ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഡിസോർഡർ കുറയുന്നു, അതായത് എൻട്രോപ്പി കുറയുന്നു. ഡെൽറ്റ എസ് വാല്യൂ എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം. Temperature of a crystalline solid. Temperature of a crystalline solid increases from 0 Kelvin to 115 Kelvin. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എവിടുന്ന? 0 കെൽവിനിൽ നിന്ന് എത്ര കെൽവിനിലേക്കാ? 115 കെൽവിനിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ടെമ്പറേച്ചർ 0 കെൽവിനിൽ നിന്ന് 115 കെൽവിനിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എൻട്രോപ്പിക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്? എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ? അതിനനുസരിച്ച് നമുക്ക് ഡെൽറ്റ എസിന്റെ സൈനും പ്രെഡിക്റ്റ് ചെയ്യണം. എപ്പോഴും ഓർക്കണം, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി വാല്യൂ കൂടുക. മറക്കരുത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ സബ്സ്റ്റൻസിന്റെ എന്ത് വാല്യൂ കൂടുന്നു? എൻട്രോപ്പി വാല്യൂ കൂടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ടെമ്പറേച്ചർ 0 കെൽവിനിൽ നിന്ന് 115 കെൽവിനിലേക്ക് എന്ത് ചെയ്യുന്ന? ഇൻക്രീസ് ചെയ്യുന്ന. അങ്ങനെ 0 കെൽവിനിൽ നിന്ന് 115 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് വാല്യൂ കൂടുന്നു? എൻട്രോപ്പി വാല്യൂ കൂടുന്നു. അതായത് എൻട്രോപ്പി ഇൻക്രീസസ്. എൻട്രോപ്പി കൂടുകയാണെങ്കിൽ ഡെൽറ്റ എസിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ്. എൻട്രോപ്പി കൂടുവാണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ എൻട്രോപ്പി ചേഞ്ചിന്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. എൻട്രോപ്പി കുറയുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവും, എൻട്രോപ്പി കൂടുമ്പോൾ ഡെൽറ്റ എസ് പോസിറ്റീവും. ഈ രണ്ട് റിയാക്ഷൻ അത്രയും എൻട്രോപ്പിയുടെ സൈൻ പ്രെഡിക്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെ മൂന്നാമത്തെ റിയാക്ഷൻ എടുത്ത് നോക്കാവേ. മൂന്നാമത്തെ റിയാക്ഷൻ നോക്കാം. മൂന്നാമത്തെ റിയാക്ഷനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് NaHCO3. ആ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് Na2CO3 സോഡിയം കാർബണേറ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ്, മൂന്നാമത്തത് വാട്ടർ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് സോഡിയം കാർബണേറ്റും കാർബൺ ഡയോക്സൈഡും എന്തും ഫോം ചെയ്യുന്നു? വാട്ടറും ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ റിയാക്ടൻസിന്റെ പ്രോഡക്ട്സും
ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണെന്നും തന്നിട്ടുണ്ട്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് സോളിഡ് ഫോമിലാണ്. നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള 3 പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് സോളിഡ് ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടറും ഏത് ഫോമിലാ? ഗേഷ്യസ് ഫോമില്. വാട്ടറിന്റെ ഗേഷ്യസ് ഫോം എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ. വാട്ടറിന്റെ ഗേഷ്യസ് ഫോം ഏതാണ്? വാട്ടർ വേപ്പർ. ഈ റിയാക്ഷനകത്ത് എൻട്രോപ്പി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ നമുക്ക് ആദ്യം പറയണം. അങ്ങനെ എൻട്രോപ്പി കൂടുവാണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് എന്നും, എൻട്രോപ്പി കുറയുകയാണെങ്കിൽ ഡെൽറ്റ എസ് എന്തെന്നും കൊടുക്കണം? നെഗറ്റീവ് എന്നും കൊടുക്കണം. ഇവിടെ നോക്കിയേ, റിയാക്ടന്റ് ഏത് ഫോമില? സോളിഡ് ഫോമില. അതായത് സോളിഡ് റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സോളിഡ് പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്, 2 ഗേഷ്യസ് പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിഡ് റിയാക്ടന്റിന്റെ ഒരു പോർഷൻ എങ്കിലും എന്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു? ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് അങ്ങ് മാറുന്നുണ്ട്. ഈ റിയാക്ഷനകത്തുള്ള ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് സോളിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. കാരണം ഒരു റിയാക്ടന്റ് സോളിഡ് ഉണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സോളിഡ് റിയാക്ടന്റെ ഒരു പോർഷൻ എങ്കിലും എന്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്? ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ഈ റിയാക്ഷനകത്തുള്ള ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് സോളിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ഡിസോർഡർ ഉള്ള സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിനേക്കാൾ വളരെ കൂടുതൽ എൻട്രോപ്പി കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൂടുന്നു? എൻട്രോപ്പി കൂടുന്നു. എൻട്രോപ്പി ഇൻക്രീസസ്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എൻട്രോപ്പി വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻട്രോപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ സൈന് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്നത് എൻട്രോപ്പി എന്ത് ചെയ്യുന്നോണ്ടാ? ഇൻക്രീസ് ചെയ്യുന്നോണ്ടാ. ഇവിടെ ഇപ്പൊ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ എസിന്റെ സൈൻ എന്തായിട്ട് മാറിയേനെ? നെഗറ്റീവ് ആയിട്ട് മാറിയേനെ. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ റിയാക്ഷൻ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് സോഡിയം കാർബണേറ്റും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും വാട്ടർ വേപ്പറുമായിട്ട് മാറുന്ന റിയാക്ഷന്റെ എൻട്രോപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെൽറ്റ എസ് വാല്യൂ നമുക്ക് എന്താ വരുന്നത്? പോസിറ്റീവ് വരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് CaCO3 സോളിഡ്. അതായത് സോളിഡ് ആയിട്ടുള്ള CaCO3. CaCO3 എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുക എന്നുള്ള സിമ്പൽ, അതായത് ഡെൽറ്റ എന്ന് കൊടുത്താൽ ഹീറ്റിംഗ് എന്ന ഈ സിമ്പലിന്റെ മീനിങ് ഡെൽറ്റ ആണ്. നമ്മൾ ഇത് ഡെൽറ്റ ചേഞ്ച് എന്നുള്ള മീനിങ്ങിനും നമ്മൾ ഡെൽറ്റ എടുക്കും. അതുപോലെ ഈ ഇക്വേഷന്റെ ആരോ മാർക്കിന് മുകളിലൊക്കെ നമ്മൾ ഡെൽറ്റ കൊടുക്കുകയാണെങ്കിൽ അത് ഹീറ്റിംഗ് എന്താണ്? ഹീറ്റിംഗ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് CaO അതായത് കാൽസ്യം ഓക്സൈഡും എന്തായിട്ട് മാറുന്നു? കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുന്നു. ഇത് ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാൽസ്യം ഓക്സൈഡ് ഏത് ഫോമിൽ നിൽക്കുന്ന പ്രോഡക്റ്റാ? സോളിഡ് ഫോമിൽ നിൽക്കുന്ന പ്രോഡക്റ്റ്. ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാൽസ്യം ഓക്സൈഡ് ഏത് ഫോമിൽ നിൽക്കുന്നു? സോളിഡ് ഫോമിൽ നിൽക്കുന്നു. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള CO2 ഏത് ഫോമിലെ പ്രോഡക്റ്റാ? ഗേഷ്യസ് ഫോമിലെ പ്രോഡക്റ്റ്. എന്ന് പറഞ്ഞ സോളിഡ് ആയിട്ടുള്ള റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് ഒരു സോളിഡ് പ്രോഡക്റ്റും കിട്ടി, ഒരു ഗേഷ്യസ് പ്രോഡക്റ്റും കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സോളിഡ് ആയിട്ടുള്ള റിയാക്ടന്റിന്റെ ഒരു പോർഷനെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്? ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. തേർഡ് റിയാക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഫോർത്ത് റിയാക്ഷനകത്തെയും ആ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് സോളിഡ് റിയാക്ടന്റ് എന്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്? ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് സോളിഡ് റിയാക്ടന്റെ ഒരു പോർഷൻ എങ്കിലും ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. അങ്ങനെ സോളിഡ് ടു ഗ്യാസ് ആണ് ഈ ഫോർത്ത് റിയാക്ഷൻ നടക്കുന്ന
ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സോളിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് കൂടുന്നു? ഡിസോർഡർ കൂടുന്നു. അന്നേരം എന്ത് വാല്യൂ കൂടുക? എൻട്രോപ്പി വാല്യൂ കൂടുക. കാരണം സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ എൻട്രോപ്പി ഉള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണല്ലോ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് വാല്യൂ കൂടുന്നു? എൻട്രോപ്പി വാല്യൂ കൂടുന്നു. എൻട്രോപ്പി ഇൻക്രീസസ്. അങ്ങനെ എൻട്രോപ്പി വാല്യൂ കൂടുമ്പോൾ ഡെൽറ്റ എസിന്റെ സൈൻ നമുക്ക് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. എൻട്രോപ്പി വാല്യൂ കൂടുമ്പോൾ നമുക്ക് ഡെൽറ്റ എസിന്റെ സൈന് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. ഈ 4 റിയാക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ഇനി അഞ്ചാമത്തെ റിയാക്ഷൻ നോക്കാം. അഞ്ചാമത്തെ റിയാക്ഷൻ നോക്കാം. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന റിയാക്ഷന് ഒരു പ്രത്യേകതയുള്ള റിയാക്ഷനാണ്. നമ്മളിപ്പം ഇത്രയും ചെയ്ത 4 റിയാക്ഷനിൽ നിന്ന് കുറച്ചൊരു പ്രത്യേകതയുള്ള റിയാക്ഷനാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ വ്യത്യാസം എന്താന്നുള്ള കാര്യം, ആ പ്രത്യേകത എന്താന്നുള്ള കാര്യം മനസ്സിലാവുകയെ. അവർ തന്നിരിക്കുന്ന റിയാക്ഷന് H2 gaseous. H2 gaseous എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് H2. H2 gaseous എന്തായിട്ട് മാറുന്നു? 2H gaseous ആയിട്ട് മാറുന്നു. ഇവിടെ H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളും H എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റവും എന്നാണ് വ്യത്യാസം. H2 ഹൈഡ്രജൻ മോളിക്യൂളും H ഹൈഡ്രജൻ ആറ്റം. അതായത് H2 മോളിക്യൂള് ഡീകമ്പോസ് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, റിയാക്ടന്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. റിയാക്ടന്റ് H2 എന്ന് പറഞ്ഞ റിയാക്ടന്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. നമ്മുടെ ഹൈഡ്രജൻ ആറ്റവും ഏത് സ്റ്റേറ്റിൽ തന്നെ? ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്കൽ സ്റ്റേറ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടന്റും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് ആണ്. അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റിനുള്ള വ്യത്യാസം കൊണ്ട് എൻട്രോപ്പിക്ക് ഇവിടെ എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. പിന്നെ ഇവിടെ എൻട്രോപ്പി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ, H2 എന്ന് പറയുന്നത് എത്ര ഹൈഡ്രജൻ മോളിക്യൂളാ? 1 ഹൈഡ്രജൻ മോളിക്യൂൾ. കാരണം H2 സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 1. H2 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് ഉള്ളത്. കാരണം H2 സൈഡ് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട്. ഇവിടെ 2H എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് സൈഡില് ഇപ്പം ആറ്റംസും മോളിക്യൂൾസും, ആറ്റംസ് എന്നോ മോളിക്യൂൾസ് എന്നോ നോക്കണ്ട, നിങ്ങൾ പാർട്ടിക്കിൾസ് എന്നുള്ള രീതി നോക്കാം. റിയാക്ടന്റ് സൈഡില് 1 പാർട്ടിക്കിൾ, അത് 1 ഹൈഡ്രജൻ മോളിക്യൂള്, ഒരു H2 മോളിക്യൂള്. പ്രോഡക്റ്റ് സൈഡില് എത്ര പാർട്ടിക്കിളാ? 2 പാർട്ടിക്കിള്. എത്ര ഹൈഡ്രജൻ ആറ്റമാ? 2 ഹൈഡ്രജൻ ആറ്റം. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നു. അതായത് 1 ഹൈഡ്രജൻ മോളിക്യൂള് ഡീകമ്പോസ് ചെയ്ത് 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറി. അതായത് ഒരു റിയാക്ടന്റ് 1 പാർട്ടിക്കിൾ ആയിരുന്നു, പ്രോഡക്റ്റ് വന്നപ്പോ എത്ര പാർട്ടിക്കിൾസ് വന്നു? 2 പാർട്ടിക്കിൾസ് വന്നു. അങ്ങനെ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡിസോർഡറും കൂടും, അതേപോലെ തന്നെ എൻട്രോപ്പി വാല്യൂ കൂടും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡിസോർഡറും കൂടുന്നു, അതേപോലെ തന്നെ എന്ത് വാല്യൂ കൂടുന്നു? എൻട്രോപ്പി വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ 1 ഹൈഡ്രജൻ മോളിക്യൂള് 2 ഹൈഡ്രജൻ ആറ്റമായി, പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നു, ഡിസോർഡർ വാല്യൂ കൂടുന്നു, നാച്ചുറലി ഏത് വാല്യൂ കൂടും? എൻട്രോപ്പി വാല്യൂ കൂടും. നമ്മളിവിടെ എന്ത് കൂടുന്നു എന്ന് എഴുതുക? എൻട്രോപ്പി ഇൻക്രീസസ്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എസ് വാല്യൂ എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ? ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ടെമ്പറേച്ചർ ഒന്നും കൂടുന്നില്ല, ഫിസിക്കൽ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇവിടെ കൂടുന്ന എന്താ? പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് കൂടുന്നത്. അഞ്ചാമത്തെ റിയാക്ഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എൻട്രോപ്പി കൂടുന്നു, ഡെൽറ്റ എസ് വാല്യൂ എന്താന്നുള്ള കാര്യമാ? പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. നമുക്ക് അടുത്ത 6ാമത്തെ റിയാക്ഷൻ നോക്കാം. 6ാമത്തെ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന ഇവാപ്രേഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇവാപ്രേഷൻ.
വാട്ടറിന്റെ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് എൻട്രോപ്പി വാല്യൂ കൂടുവോ കുറയുവോ എന്നാ. വാട്ടറിന്റെ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് എൻട്രോപ്പി വാല്യൂ കൂടുവോ കുറയുവോ എന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വാട്ടറിന്റെ ഇവാപറേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ ഗേഷ്യസ് ഫോമിലുള്ള വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. വാട്ടർ ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ ഗേഷ്യസ് ഫോമിലുള്ള എന്ത് വേപ്പർ ആവുന്നു? വാട്ടർ വേപ്പർ ആവുന്നു. ഇവിടെയുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റിനുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിസോർഡർ കൂടിയ സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിനേക്കാൾ എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ ഇവാപറേഷൻ നടക്കുമ്പോൾ ലിക്വിഡ് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ ഡിസോർഡർ വാല്യൂ കൂടും. അതായത് എൻട്രോപ്പി വാല്യൂ കൂടും. എൻട്രോപ്പി വാല്യൂ കൂടിയാൽ ഡെൽറ്റ എസിന്റെ സൈൻ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ്. എൻട്രോപ്പി കൂടുവാണെങ്കിൽ ഡെൽറ്റ എസ് സൈൻ എന്താണ്? പോസിറ്റീവ്. കുറയുമ്പോഴാണ് ഡെൽറ്റ എസ് സൈന് നെഗറ്റീവ് വരുന്നത്. വാട്ടറിന്റെ ഇവാപറേഷൻ നടക്കുമ്പോൾ ലിക്വിഡ് ഫോം ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നു. ഡിസോർഡർ കൂടുന്നു, എൻട്രോപ്പി കൂടുന്നു, ഡെൽറ്റ എസ് സൈൻ എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. നമ്മളിപ്പോ ഒരു 6 റിയാക്ഷന്റെ എൻട്രോപ്പി ചേഞ്ച് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കിനി 2 റിയാക്ഷനെയും കൂടെ എൻട്രോപ്പി ചേഞ്ച് നേരം എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്കിനി 7ാമത്തെ റിയാക്ഷൻ നോക്കാം. 7ാമത്തെ റിയാക്ഷൻ നമുക്ക് നോക്കാം. 7ാമത്തെ റിയാക്ഷനെ അവർ തന്നിരിക്കുന്നത് എ ഗ്യാസ് കണ്ടൻസസ് ഇൻടു ലിക്വിഡ്. ഒരു ഗ്യാസ് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ആ റിയാക്ഷനകത്ത് എൻട്രോപ്പി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? എൻട്രോപ്പിക്ക് എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അവിടെ എൻട്രോപ്പി വാല്യൂ കുറയും. അതായത് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ആ ഗേഷ്യസ് സ്റ്റേറ്റിന് എൻട്രോപ്പി വാല്യൂ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള, അതായത് എൻട്രോപ്പി വാല്യൂ കൂടിയ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ടാണ് മാറുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിന് ഡിസോർഡറും കുറവാണ്, എൻട്രോപ്പിയും കുറവാണ്. ലിക്വിഡ് സ്റ്റേറ്റിന് ഡിസോർഡറും കുറവാണ്, എന്തും കുറവാണ്? എൻട്രോപ്പിയും കുറവാണ്. അതിന് ഹൈ എൻട്രോപ്പി ഉള്ള ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലോ എൻട്രോപ്പി ഉള്ള ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസോർഡർ വാല്യൂ എൻട്രോപ്പി വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡിസോർഡറും കുറയുന്നു, ഡിസോർഡർ കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് കുറയുക? എൻട്രോപ്പി കുറയുക. ഇവിടെ എൻട്രോപ്പി എന്താണ്? ഡിക്രീസസ്. അങ്ങനെ എൻട്രോപ്പി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഡെൽറ്റ എസിന്റെ സൈന് എന്ത് വരുന്നു? നെഗറ്റീവ് വരുന്നു. കാരണം എൻട്രോപ്പി കൂടുമ്പോഴാണ് ഡെൽറ്റ എസ് പോസിറ്റീവ്, എൻട്രോപ്പി കുറയുമ്പോൾ ഡെൽറ്റ എസ് എന്താണ്? നെഗറ്റീവ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. What happens to the entropy? What happens to the entropy when a gas condenses into liquid? അതൊരു ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പി എങ്ങനെ ചേഞ്ച് ചെയ്യും? എൻട്രോപ്പി എന്താണ്? ഡിക്രീസസ് കൊടുക്കുക. എൻട്രോപ്പി ഡിക്രീസസ്, ഡെൽറ്റ സൈൻ എന്താണ്? നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ? അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8ാമത്തെ റിയാക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കംപ്രഷൻ ഓഫ് ഗ്യാസ്. നമ്മൾ ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നതെന്ന ചോദിച്ചേക്കുന്നത്. ഗ്യാസിനെ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിലേക്ക് ഹൈ പ്രഷർ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഗ്യാസിലേക്ക് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ക്ലോസർ ആയിട്ട് വരുന്നു. അതെങ്ങനെ ക്ലോസർ ആയിട്ട് വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്യാസിലേക്ക് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാസിന്റെ വോളിയം കുറയുന്നു. അങ്ങനെ ഗ്യാസിന്റെ വോളിയം കുറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസർ ആയിട്ട് വരുന്നു. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസർ ആയിട്ട് അടുത്തടുത്ത് വരുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസുകൾ തമ്മിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ടാകുന്നു.
അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വരുമ്പോഴത്തേക്ക് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റിലേക്ക് എത്തുന്നു. എന്നുവെച്ചാൽ ലിക്വിഡ്സിനെ ഗ്യാസിന്റെ അത്രയും ഓർഡേർഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പോലും ഒരു ചെറുതായിട്ടൊരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് കിട്ടുന്നു ഈ ഗ്യാസിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ. അന്നേരം ഗ്യാസിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ ആ ഗ്യാസിന്റെ വോളിയം കുറയുന്നു. ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ക്ലോസർ ആയിട്ട് ഗ്യാസ് മോളിക്യൂൾസ് വരുന്നു. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസിന് ചെറുതായിട്ടെങ്കിൽ പോലും ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കുറയുക? ഡിസോർഡർ വാല്യൂ കുറയുക. ഓർഡേർഡ് അറേഞ്ച്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ കുറയുക? ഡിസോർഡർ വാല്യൂ കുറയുക. അങ്ങനെ ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഡിസോർഡർ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തും കുറയുന്നു? എൻട്രോപ്പിയും കുറയുന്നു. അന്നേരം എൻട്രോപ്പി എന്താണ്? ഡിക്രീസസ്. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ എഫിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അന്നേരം നമ്മളൊരു 8 റിയാക്ഷൻ എടുത്ത് അല്ലെങ്കിൽ 8 പ്രോസസ് എടുത്ത് എൻട്രോപ്പി ചേഞ്ച് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തന്നു. ഇത് എൻട്രോപ്പി കൂടുവാണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ്, എൻട്രോപ്പി കുറയുവാണെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. ഇതിൽ നിന്ന് എക്സാമിനേഷൻ വന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. എക്സാമിനേഷന് വന്ന ഒരു ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പം ചെയ്ത പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ആൻസർ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. കാരണം നമ്മളിപ്പം ചെയ്ത അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is a process? Which of the following is a process taking place with increasing entropy? അതായത് ഒരു 4 പ്രോസസ് തന്നിട്ടുണ്ട്. ഏത് പ്രോസസ് നടക്കുമ്പോഴാണ് എന്ത് വാല്യൂ കൂടുന്നത്? എൻട്രോപ്പി വാല്യൂ കൂടുന്നത്. ഇതിനകത്ത് ഏത് പ്രോസസ് നടക്കുമ്പോഴാണ് എൻട്രോപ്പി വാല്യൂ കൂടുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കുന്നേ? ചോദിച്ചേക്കുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 4 പ്രോസസ്സിനകത്ത് ഓരോ പ്രോസസ് എടുത്ത് അവിടെ എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ എന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ പ്രോസസ് ആണ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ. ഫ്രീസിംഗ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാട്ടർ ലിക്വിഡ് വാട്ടറിനെ ഫ്രീസ് ചെയ്ത് നമ്മൾ ഐസ് ആക്കി മാറ്റുന്നു. അന്നേരം ലിക്വിഡ് വാട്ടറിനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഐസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ ഏത് ഫോമാ? സോളിഡ് ഫോമാ. ഫ്രീസിംഗ് ഓഫ് വാട്ടറിനകത്ത് നടക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് വാട്ടർ എന്തായിട്ട് മാറുന്നു? സോളിഡ് ഫോമിലെ ഐസ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുമ്പോൾ, ലിക്വിഡ് ഫോം സോളിഡ് ആയിട്ട് മാറുമ്പോൾ എന്ത് കുറയുക? എൻട്രോപ്പി കുറയുക. എൻട്രോപ്പി വാല്യൂ കുറയുക. കാരണം ലിക്വിഡ് സ്റ്റേറ്റിനേക്കാൾ എൻട്രോപ്പി കുറഞ്ഞ സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റ്. വാട്ടറിനെ ഫ്രീസ് ചെയ്യുമ്പോൾ അവിടെ എൻട്രോപ്പി വാല്യൂ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുക. നമ്മളോട് ചോദിച്ച ഏത് പ്രോസസ്സിനകത്താണ് എൻട്രോപ്പി വാല്യൂ കൂടുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പ്രോസസ് നടക്കുമ്പോൾ എൻട്രോപ്പി വാല്യൂ എന്ത് ചെയ്യുക? കുറയുക. അങ്ങനെ ഫസ്റ്റ് പ്രോസസ് അല്ല എൻട്രോപ്പി വാല്യൂ കൂടുന്ന പ്രോസസ്. രണ്ടാമത്തെ പ്രോസസ് നോക്കാം. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. എന്തിന്റെ കണ്ടൻസേഷൻ ആണ്? സ്റ്റീമിന്റെ കണ്ടൻസേഷൻ. സ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീരാവി, അതായത് വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ സ്റ്റീം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുമ്പോൾ, ആ വാട്ടർ വേപ്പർ നമ്മൾ കണ്ടൻസേഷന് വിധേയമാക്കുമ്പോൾ വാട്ടർ വേപ്പർ എന്ത് ഫോമിലേക്ക് മാറുന്നു? ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അതായത് വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് നമുക്ക് എന്ത് വാട്ടർ കിട്ടുന്നു? ലിക്വിഡ് വാട്ടർ കിട്ടുന്നു. ആണല്ലോ. അവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോമിൽ നിൽക്കുന്ന വാട്ടർ വേപ്പർ ഏത് ഫോമിലോട്ട് വരുന്നു? ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നു. ആണല്ലോ. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ള, ഡിസോർഡർ ഉള്ള സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ആ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ഡിസോർഡർ കുറഞ്ഞ, അതായത് എൻട്രോപ്പി കുറഞ്ഞ ലിക്വിഡ് സ്റ്റേറ്റിലേക്കാണ് കണ്ടൻസേഷൻ നടക്കുമ്പോൾ മാറുന്നത്. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ഡിസോർഡർ കുറയുന്നു. അങ്ങനെ ഡിസോർഡർ കുറയുമ്പോൾ എന്തും കുറയുന്നു? എൻട്രോപ്പിയും കുറയുന്നു.
നമ്മളോട് ചോദിച്ചത് ഏത് പ്രോസസ്സിനകത്താ എൻട്രോപ്പി കൂടുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ രണ്ട് പ്രോസസ്സിനകത്തും എൻട്രോപ്പി എന്ത് ചെയ്യുക, കുറയുക. നമുക്ക് മൂന്നാമത്തെ പ്രോസസ് നോക്കാം. കൂളിംഗ് ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡ് നമ്മൾ കൂള് ചെയ്യുക, തണുപ്പിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ കൂട്ടുമ്പം എൻട്രോപ്പി കൂടും, ടെമ്പറേച്ചർ കൂട്ടുമ്പം എൻട്രോപ്പി കൂടുമെന്നും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം എൻട്രോപ്പി കുറയുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഇൻക്രീസസ് ഫ്രം 0 Kelvin to 115 Kelvin എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ കൂട്ടുമ്പം എന്ത് വാല്യൂ കൂടും, എൻട്രോപ്പി വാല്യൂ കൂടും, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം എൻട്രോപ്പി വാല്യൂ കുറയും. ഇവിടെ ഒരു ലിക്വിഡിനെ കൂള് ചെയ്യുവാന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിന്റെ എന്ത് കുറയുക, ടെമ്പറേച്ചർ കുറയുക. ടെമ്പറേച്ചർ കുറയുമ്പോൾ അവിടെ എന്ത് കുറയുന്നു, എൻട്രോപ്പി കുറയുന്നു. കൂളിംഗ് ഓഫ് എ ലിക്വിഡ് നടക്കുന്ന സമയത്ത് ആ ലിക്വിഡിന്റെ എൻട്രോപ്പി വാല്യൂ കുറയുക. കാരണം കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെ ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്ക് എന്തും കുറയുന്നു, എൻട്രോപ്പിയും കുറയുന്നു. കൂളിംഗ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻട്രോപ്പി കുറയുന്ന പ്രോസസ്സാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ 4 പ്രോസസ്സിനകത്ത് ഏത് പ്രോസസ്സിലാണ് എൻട്രോപ്പി കൂടുതലെന്നാ ചോദിച്ചേ. ആദ്യത്തെ 3 പ്രോസസ്സിനകത്ത് എൻട്രോപ്പി എന്ത് ചെയ്യുമായിരുന്നു, കുറയുമായിരുന്നു. അങ്ങനെ നാച്ചുറലി നാലാമത്തെ പ്രോസസ്സിനകത്ത് എന്ത് കൂടും, എൻട്രോപ്പി കൂടുമെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ നാലാമത്തെ പ്രോസസ്സിനകത്ത് എങ്ങനെ എൻട്രോപ്പി കൂടുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്. ഡിസൊല്യൂഷൻ ഓഫ് എന്താണ്, സൊല്യൂട്ട്. ഒരു സൊല്യൂട്ട് ഡിസൊല്യൂഷൻ. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സോൾട്ട് സൊല്യൂഷൻ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, സോൾട്ട് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്നു ആണല്ലോ. അന്നേരം ആ സോൾട്ട് സൊല്യൂഷനകത്ത് ആ ഉപ്പ് എന്ന് പറയുന്നതാണ് സൊല്യൂട്ട്, അതായത് ആ സോളിഡ് സബ്സ്റ്റൻസ്. കാരണം സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ സോളിഡ് സബ്സ്റ്റൻസ്. സൊല്യൂട്ട് ആയിട്ടുള്ള ഉപ്പ്, ആ സോളിഡ് സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സൊല്യൂഷൻ കിട്ടുന്നത്, സോൾട്ട് സൊല്യൂഷൻ, ഉപ്പിലായി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു സൊല്യൂട്ട് ഡിസൊല്യൂഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ഒരു വാട്ടറിനകത്ത് അല്ലെങ്കിൽ ഒരു സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യുക. ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നത് സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്കാണ് മാറുന്നത്. കാരണം സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഏത് ഫോമാ, ലിക്വിഡ് ഫോമാ. ആ വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ആ സോൾവെന്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക. പിന്നെ സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് എങ്ങോട്ട് മാറുന്നു, ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. സോളിഡിനാണ് ഏറ്റവും എൻട്രോപ്പി കുറഞ്ഞ സ്റ്റേറ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിനേക്കാൾ എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഡിസോർഡറും കൂടുക, എന്തും കൂടുക, എൻട്രോപ്പിയും കൂടുക. ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് സോൾവെന്റ് കംപ്ലീറ്റ് ആയി ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. ഇവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് കൺവേർഷന് സോളിഡ് എന്തായിട്ട് മാറുന്നു, ലിക്വിഡ് ആയിട്ട് മാറുന്നു. സോളിഡിന്റെ എൻട്രോപ്പി കുറഞ്ഞ സ്റ്റേറ്റ് ആണ്, സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടിയ സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്. അങ്ങനെ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എന്ത് കൂടുന്നു, എൻട്രോപ്പി വാല്യൂ കൂടുന്നു. ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് എന്നുള്ള പ്രോസസ് ആണ് അവർ തന്നേക്കുന്നതിനകത്ത് എന്ത് കൂടുന്ന പ്രോസസ് ആണ്, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രോപ്പി കൂടുന്ന പ്രോസസ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്തു തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 7 റിയാക്ഷൻ ചെയ്തതാണ്, അല്ലെങ്കിൽ 7 പ്രോസസ് നമ്മൾ ചെയ്യിപ്പിച്ചു. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോസസ് വന്നിട്ട് ഇതിനകത്ത് എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ എന്ന് ചോദിക്കും. എൻട്രോപ്പി റിലേറ്റ് ചെയ്തുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തേർഡ് ലോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ജസ്റ്റ് ആ തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം എന്ത് ചെയ്യുക, പറയുവാന്നേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ അടുത്ത സെക്ഷനിൽ തേർഡ് ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിക്കുകയും വേണേ. അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് തെർമോഡൈനാമിക്സിന്റെ തേർഡ് ലോ.
നമുക്ക് തേർഡ് ലോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ സിലബസിലില്ല. നമ്മുടെ തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചിരിക്കണം. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഒരു പ്യുവർ ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മളൊരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്യുവർ ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി, അതായത് ഡിസോർഡർ, സീറോയിലോട്ട് അടുക്കുന്നു. നമ്മുടെ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, അതായത് സീറോയിലോട്ട് അടുക്കുന്നു. ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിലോട്ട് അടുക്കുമ്പോഴത്തേക്ക് ആ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എങ്ങോട്ട് അടുക്കുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോയിലോട്ട് അടുക്കുമ്പോൾ. അന്നേരം അബ്സല്യൂട്ട് സീറോ എന്താണെന്നുള്ള കാര്യം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പറഞ്ഞു തന്നതാ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നതാണ് -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. തേർഡ് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, സീറോയിലോട്ട് അടുക്കുന്നു. ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ആ സബ്സ്റ്റൻസിന്റെ, ആ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എങ്ങോട്ട് അടുക്കുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോയിലോട്ട് അടുക്കുമ്പോൾ. പിന്നെ മറക്കരുത്, തേർഡ് ലോ പറയുന്നത് ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി വാല്യൂ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, സീറോയിലോട്ട് അടുക്കുന്നു. ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ, എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് ആ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എങ്ങോട്ട് അടുക്കുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോയിലോട്ട് അടുക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെന്ന് പറയാം? The entropy of a pure crystalline substance, approaches zero. The entropy of a pure crystalline substances approaches zero. എപ്പോഴാണ്? as the temperature approaches absolute zero. As the temperature approaches എന്താണ്? absolute zero. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The entropy of a pure crystalline substance approaches zero as the temperature approaches absolute zero. ക്ലിയർ ആയല്ലോ? എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ ഡിസോർഡർ അല്ലെങ്കിൽ എൻട്രോപ്പി വാല്യൂ സീറോയിലോട്ട് അടുക്കും. എപ്പോഴാണ് സീറോയിലോട്ട് എൻട്രോപ്പി വാല്യൂ അടുക്കുന്നത്? ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിലോട്ട് അടുക്കുമ്പോൾ. അബ്സല്യൂട്ട് സീറോ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയി. -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. തേർഡ് ലോ മറക്കരുത്, the entropy of a pure crystalline substances approaches zero as the temperature approaches absolute zero. ക്ലിയർ ആയല്ലോ?